കടൽ തീരത്തെ സന്തോഷ നിമിഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി നടന്ന ആ സംഭവം കണ്ടു നിന്നവരെയെല്ലാം ഒരു നിമിഷം പരിഭ്രാന്തിയിലാഴ്ത്തി. കടൽക്കരയിൽ നിൽക്കുമ്പോഴാണ് ആ യുവതിക്ക് ഒരു ദാരുണ അനുഭവം ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് അവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന കണ്ടുനിന്നവർക്ക് ആശ്വാസമായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞത്ത് നടന്ന ആ ബോധവൽക്കരണ പരിപാടിയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുൻപ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഫയർ ഡേയോട് അനുബന്ധിച്ച് വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നടന്ന വാഹന പ്രചരണ റാലിയും കോവളം ഗ്രോ ബീച്ചിലെ ബോധവൽക്കരണ ക്ലാസുകളും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ജലരക്ഷാ പ്രവർത്തനം, അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട CPR, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ നൽകേണ്ട ചോക്കിംഗ് പ്രഥമ ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് വിശദമായ ക്ലാസുകൾ നൽകിയിരുന്നു. ഈ അറിവുകൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ. വിഴിഞ്ഞം സ്റ്റേഷൻ ഓഫീസർ പ്രമോദിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായ ഷാജി, ദിനേശ്, കിഷോർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവരടക്കം 35ഓളം പേർ ഈ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കൃത്യമായ പ്രഥമ ശുശ്രൂഷ അറിവുകൾ ജീവൻ രക്ഷിക്കാൻ എത്രത്തോളം സഹായകരമാകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു വിഴിഞ്ഞം ഫയർ സ്റ്റേഷന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.